നമ്മളെല്ലാവരും മക്കളെ ഏറ്റവും നന്നായിട്ട് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പേരൻസ് ആണല്ലേ? നമ്മൾ അനുഭവിച്ച വേദനകളോ കഷ്ടപ്പാടുകളോ അവർ ഒരിക്കലും അറിയരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒന്നും അറിയാതെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമല്ല, ചിലപ്പോഴൊക്കെ മോശം കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. ഞാൻ സൗമ്യ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെ പേരൻറ്റിങ് ചെയ്ത് മക്കളെ വളർത്തുമ്പോഴുണ്ടാകുന്ന ചില ദൂഷ്യവശങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി 200 രൂപയുടെ പേരിൽ ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടി കേട്ടിരുന്നു ഇല്ലേ? ആ കുട്ടിയുടെ പിതാവ് 200 രൂപ പിതാവിൻ്റെ കയ്യിൽ അപ്പോഴില്ല, നാളെ തരാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു കുട്ടി ആത്മഹത്യ ചെയ്തത്. അതുപോലെ തന്നെ ടി വി കാണാൻ സമ്മതിക്കാത്തതിന് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, അതുപോലെ തന്നെ കളിക്കാൻ വിടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കുട്ടികൾ, അങ്ങനെ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ, ഇങ്ങനെ ഒരുപാട് കുട്ടികളെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഒന്ന് ചിന്തിച്ചേ, നമ്മളുടെയൊക്കെ കാലത്ത്, ഞാനൊരു 80s കിഡാണേ, അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെയൊക്കെ കാലത്ത് മാതാപിതാക്കൾ നമ്മളെ വഴക്ക് പറയാറും ഉണ്ടായിരുന്നു, തല്ലാറും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളാരും വീട് വിട്ടിറങ്ങി പോകാറൊന്നുമില്ലായിരുന്നു അല്ലേ? നമ്മുടെ ഇന്നത്തെ ഈ കുട്ടികൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ലഭിക്കാതിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഡിപ്രസ്ഡ് ആവുന്നതോ അല്ലെങ്കിൽ ദേഷ്യം വരുന്നതോ വാശി വരുന്നതോ ഒക്കെ എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം. എന്താണെന്നോ? നമ്മളിപ്പോഴെന്താ ചിന്തിക്കാറ്? ഞാൻ അനുഭവിച്ച ഒരു വേദനയും വിഷമവും എൻ്റെ മക്കൾ അനുഭവിക്കരുത്, അവരെല്ലാ സുഖ സൗകര്യത്തോടും കൂടിയും വേണം ജീവിക്കാൻ എന്നല്ലേ? നമ്മളുടെ ഈ ചിന്തയാണ് പലപ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ അപകടത്തിലേക്ക് തള്ളിവിടുന്നത്. എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടാതെ വരുമ്പോൾ അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആവുന്നു, അതല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരുന്നു, വാശി വരുന്നു, അത് കിട്ടുന്നത് വരെ കരയുന്നു. അങ്ങനെയുള്ളൊരു സ്വഭാവത്തിലേക്ക് ഇന്നത്തെ തലമുറ മാറിയിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ മോൻ സ്കൂൾ വിട്ട് വന്നിട്ട് എൻ്റെ മോളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അവരുടെ സ്കൂളിൽ എൻ്റർപ്രൈസസ് ഡേയോ എന്തോ ആയിരുന്നു. അപ്പോൾ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പം അതിൽ അവനെ ആഡ് ചെയ്തത് എൻ്റെ നമ്പറിലേക്കായിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പം അവൻ സ്കൂളിൽ ചെന്നപ്പോൾ അവരവനോട് ചോദിച്ചെന്ന്, നിനക്ക് മാത്രം സ്വന്തമായിട്ട് ഫോണില്ലേ എന്ന്. ആക്ച്വലി ഞങ്ങൾ അവന് സ്വന്തമായിട്ടൊരു ഫോൺ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കേട്ട് നിന്ന് ഞാൻ ചോദിച്ചു, അപ്പം നിൻ്റെ ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും ഫോണുണ്ടോ? അവൻ പറഞ്ഞു, ആ എല്ലാ കുട്ടികൾക്കും ഫോണുണ്ടെന്ന്. ഞങ്ങൾ അവന് ഫോൺ മേടിച്ചു കൊടുക്കാത്തത് കാരണം അങ്ങനെ അതിന് മാത്രം ഫോൺ കളിക്കാനുള്ളൊരു പ്രായമായിട്ടില്ല. ഒരു മനുഷ്യൻ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ 3 കാര്യങ്ങൾ ചിന്തിക്കണം. 1, അത് ആവശ്യമാണോ? 2, അത് അത്യാവശ്യമാണോ? 3, അത് അനാവശ്യമാണോ എന്ന്. നമ്മൾ വാങ്ങാൻ പോകുന്ന കാര്യം ആവശ്യം മാത്രമാണെങ്കിൽ നമുക്ക് രണ്ടാമതൊന്ന് ചിന്തിച്ചിട്ട് പോയാൽ മതി അല്ലേ? അത്യാവശ്യമാണെങ്കിൽ ഓക്കെ, നമ്മളത് വാങ്ങിയിരിക്കണം. അനാവശ്യമാണെങ്കിൽ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. നമ്മൾ നമ്മുടെ മക്കൾക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോഴും ഈ 3 കാര്യം ചിന്തിക്കണം. അവർക്ക് അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വാങ്ങിക്കൊടുക്കണം. അതായത് സ്റ്റഡി മെറ്റീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വാങ്ങിക്കൊടുക്കണം. ആവശ്യം മാത്രമാണെങ്കിൽ അതൊന്നും കൂടെ ചിന്തിച്ച് അവർക്കത് വേണ്ടതാണോ, അതവർ വാങ്ങിയാൽ അത് അവർക്ക് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് ചിന്തിച്ചിട്ട് വേണം വാങ്ങിക്കൊടുക്കാൻ. അനാവശ്യമാണെങ്കിൽ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക, നിനക്കിതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല, ആവശ്യ സമയത്ത് ഞങ്ങൾ വാങ്ങിത്തരുന്നു. പക്ഷെ നമ്മൾ പേരൻസ് എന്താ ചെയ്യാറ്? മക്കൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും ഓടിപ്പോയി വാങ്ങിക്കൊടുക്കും. കാരണം എന്താ? എൻ്റെ മകൻ്റെ മനസ്സ് വേദനിപ്പിക്കരുത്, അല്ല എൻ്റെ മകളുടെ മനസ്സ് വിഷമിക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ വിഷമങ്ങളോ നമ്മുടെ വേദനകളോ മനസ്സിലാക്കാനേ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അവരെത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നമ്മുടെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയില്ല. കാരണം ചോദിക്കുന്നത് എന്തും ലഭിച്ച് ലഭിച്ച് അവരുടെ വിചാരം നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, നമുക്ക് ഫിനാൻഷ്യലി ഒരു ക്രൈസിസും ഇല്ല, നമ്മളെല്ലാം സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നവരാണെന്ന്. കാരണം നമ്മുടെ വേദനകളും വിഷമങ്ങളും അറിഞ്ഞ് മക്കൾ വളർന്നാലേ അവർക്ക് പൈസയോടുള്ള ആത്മാർത്ഥതയും വിലയും ഒക്കെ മനസ്സിലാവുകയുള്ളൂ. നമ്മൾ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ അറിഞ്ഞു വേണം നമ്മുടെ മക്കൾ വളരാൻ. കാരണം പെട്ടെന്നൊരു ദിവസം അവരൊരു കാര്യം ചോദിക്കുമ്പോൾ വാങ്ങിക്കൊടുക്കാനുള്ള സാഹചര്യം നമുക്കില്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും. ചിലപ്പോൾ നമ്മുടെ നേരെ ഷൗട്ട് ചെയ്യും. നമുക്കതൊരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. കാരണം എല്ലാം വാങ്ങിക്കൊടുത്ത് ഒരു ദിവസം ഒരു കാര്യമില്ലെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, ഭാവിയിൽ അവർ വളർന്നു വരുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അറിഞ്ഞു വളരുന്നതാണ് എപ്പോഴും നല്ലത്. എങ്കിലേ അവർ നല്ല മക്കളായിട്ട് വളരുകയുള്ളൂ. ഞങ്ങളുടെ കാലത്തൊക്കെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു കാര്യമില്ല. പിന്നെയുള്ളത് ഏതെങ്കിലും അടുത്തുള്ള വീട്ടിലുള്ള ഒരു കളർ ടി വി ആയിരിക്കും. ഞായറാഴ്ച 4 മണിക്ക് ഒരു സിനിമ ഉണ്ടാവുമല്ലോ,
അത് കാണാൻ വേണ്ടിയിട്ട് അടുത്തുള്ള വീട്ടിലെ കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയിരുന്ന് ആ സിനിമ കാണും. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് സിനിമ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് ആ 4 മണിക്കത്തെ ഒരു സിനിമ മാത്രമായിരുന്നു. ഇന്നത്തെ നമ്മുടെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഫോണുണ്ട്, ലാപ്ടോപ്പുണ്ട്, അതുപോലെ ടിവി. ഇതെല്ലാം അതായത് ലാപ്ടോപ്പിൽ നിന്ന് മാറിയാൽ ടിവിയിലേക്ക്, ടിവിയിൽ നിന്ന് മാറിയാൽ ഫോണിലേക്ക്. ഈ സർക്കിളിൽ കിടന്നാണ് ഇവർ വട്ടം കറങ്ങുന്നത്. പുറത്ത് പോയി കളിക്കാൻ പിള്ളേർക്ക് ഭയങ്കര മടിയാണ്. നമ്മൾ ഉന്തി തള്ളി വേണം അവരെ പുറത്തുനിന്ന് കളിക്കാൻ വിടണമെങ്കിൽ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരുമായിട്ട് ഒത്തിരി മിങ്കിളാവുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം അതായത് ഈ സെൽഫി മോഡിലാണ്. ഫോണ്, ടിവി, ലാപ്ടോപ്പ് അവരവരിലേക്ക് തന്നെ സ്വയം ഒതുങ്ങുകയാണ്. കാരണം അവർക്ക് വേറൊന്നിനും സമയമില്ല. ഈ ഫോണും ലാപ്ടോപ്പും ടിവിയും വിട്ടുള്ള കളികളില്ല. ഈവൻ നമ്മളുടെ അടുത്ത് വരെ മക്കൾ സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് സ്കൂളിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ? അത് പറയാൻ വേണ്ടി നമ്മൾ ഓടി വരുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിഫോം മാറ്റുന്നു, എന്തെങ്കിലും കഴിക്കുന്നു, അവർ നേരെ അവരുടെ മുറിയിലേക്ക് പോകുന്നു. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ആയിരിക്കും അവരെ കാണുന്നത്. നമ്മുടെ അടുത്ത് വന്നിരുന്ന് വർത്താനം പറയാനോ നമ്മുടെ അടുത്തിരുന്ന് വന്ന് ചിരിക്കാനോ കളിക്കാനോ ഒന്നും അവർക്ക് നേരമില്ല. നമ്മൾ പേരൻസ് വേണം ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ. കാരണം നമ്മുടെ മക്കളുടെ ജീവിതം നന്നാക്കേണ്ടത് നമ്മുടെ കടമയാണ്. അവർ വഴിതെറ്റി പോകുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് നല്ല വഴിയിലേക്ക് എത്തിക്കേണ്ടത് നമ്മളാണ് അല്ലേ? കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗം അത് കുറയ്ക്കാനും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. കൂടുതൽ അവരോട് സംസാരിക്കാൻ നമ്മളായിട്ട് തന്നെ മുൻകൈ എടുക്കണം. കാരണം അവർ അവരുടെ മുറിയിലേക്ക് ഒതുങ്ങുമ്പോഴേക്കും വിളിച്ചു വരുത്തി അവരോട് ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുക, സ്കൂളിലെ വിശേഷങ്ങൾ അന്വേഷിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തമാശകളൊക്കെ പറയുക. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആവും നമ്മളോട് സംസാരിക്കാൻ. ഇപ്പോഴത്തെ പേരൻസും സോഷ്യൽ മീഡിയയിലേക്ക് ഒതുങ്ങുന്നു, അവരും കുട്ടികളും അവരുടെ ലോകത്തേക്ക് ഒതുങ്ങുന്നു. അതുകൊണ്ട് തന്നെ വീടുകളിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ? നമ്മൾ പേരൻസ് നമ്മളുടെ മക്കളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാവുക, അവരെ നല്ല വഴിയിലൂടെ നയിക്കുക. അതാണ് നമ്മൾ പേരൻസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം.